പ്രൈസ് ദ ലോർഡ്. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ സാക്ഷ്യം പങ്കുവെക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. എൻ്റെ പേര് അനൂഷ ശിഹാബുദ്ദീൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന ദേശത്താണ് ജനിച്ചു വളർന്നത്. പാരമ്പര്യമായ ഒരു ഇസ്ലാം മത വിശ്വാസ കുടുംബത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് ഹനീഫ റാവുത്തർ എന്നും എൻ്റെ മാതാവിൻ്റെ പേര് റംലത്ത് എന്നുമാണ്. അവരുടെ 3 മക്കളിൽ ഇളയ മകളായി ഞാൻ ജനിക്കുവാനിടയായി തീർന്നു. എനിക്ക് മൂത്ത 2 ജ്യേഷ്ഠ സഹോദരന്മാരാണുള്ളത്. മൂത്തയാളുടെ പേര് അസീം, രണ്ടാമത്തെ ആളുടെ പേര് അനൂപ് എന്നാണ്. ഇസ്ലാം മത വിശ്വാസപ്രകാരം തന്നെ കൊച്ചുനാൾ മുതലേ മദ്രസ പഠനവും ആരംഭിച്ചു. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മദ്രസ പഠനവും തുടർന്നു കൊണ്ടുവന്നു. നോമ്പും റംസാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്തു. ഇസ്ലാം മത വിശ്വാസപ്രകാരം തന്നെ വളർന്നു വരുവാനിടയായി തീർന്നു. 3ാമത്തെ മകളായതിൻ്റെ പേരിലും ഏക മകളായതിൻ്റെ പേരിലും മാതാപിതാക്കളുടെ സ്നേഹവും ലാളനയും ഏറെ അനുഭവിച്ച് വളരുവാൻ എനിക്ക് അവസരം ലഭിച്ചു. ഇസ്ലാം മത വിശ്വാസപ്രകാരം തന്നെ എൻ്റെ മാതാപിതാക്കൾ അന്വേഷിച്ച് കണ്ടെത്തിയ പ്രകാരം 2004 സെപ്റ്റംബർ 26 എൻ്റെ വിവാഹം ഇസ്ലാം മത വിശ്വാസപ്രകാരം തന്നെ നടന്നു. വിവാഹം കഴിഞ്ഞ് 1 മാസം ആയപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. ഹാർട്ട് അറ്റാക്ക് വന്നതായിരുന്നു. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും പിതാവ് മരണപ്പെടരുതെന്ന് ഒരുപാട് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. അവസാന നിമിഷം ഒന്ന് കയറി കാണുവാൻ അവസരം ലഭിച്ചു. അപ്പോൾ ആ റൂമിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച, കട്ടിലിൽ കൈയും കാലും ഒക്കെ കെട്ടി അവസാന ശ്വാസമെടുക്കുന്ന പിതാവിനെയാണ് കാണുവാനിടയായി തീർന്നത്. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എനിക്കത് സഹിക്കുവാൻ കഴിയുന്നതായിരുന്നില്ല. പിതാവ് മരണപ്പെടുമോ എന്നൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായി. ഞാൻ ഇസ്ലാം മത വിശ്വാസപ്രകാരം സൂറത്തുകൾ ഓതുകയും ദിക്റുകൾ ചൊല്ലുകയും ഒക്കെ ഒരുപാട് ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലിരുന്ന് പ്രാർത്ഥിക്കാനിടയായി തീർന്നു. എന്നാൽ എൻ്റെ ആ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി ലഭിച്ചിരുന്നില്ല. എൻ്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു മറുപടിയും ലഭിച്ചിരുന്നില്ല. ഇസ്ലാം മത വിശ്വാസപ്രകാരം ആ പാരമ്പര്യത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ, ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടെ പ്രയാസത്തോടെ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ അതിനെനിക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. ഇത് വാസ്തവത്തിൽ ദൈവം തന്നെയാണോ എന്ന് എൻ്റെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി. അത് വല്ലാത്തൊരു വേദനയായിരുന്നു പിതാവിൻ്റെ മരണം. വിവാഹം കഴിഞ്ഞു 1 വർഷമായിട്ടും ഒരു തലമുറയെ ലഭിച്ചിരുന്നില്ല. എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കാനിടയായി തീർന്നു. ആ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഭർത്താവ് ആദ്യമായി പ്രാർത്ഥനയുടെ കാര്യം എന്നോട് പറയുന്നത്. പുനലൂരിൽ കരവാളൂർ എന്ന ദേശത്ത് ഒരു ആൻറ്റിയുണ്ട്, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിന് മറുപടി ലഭിക്കും എന്ന് അദ്ദേഹം എന്നോട് പറയാനിടയായി തീർന്നു. എന്നാൽ ഞാൻ അതിന് തയ്യാറായില്ല. കാരണം ഇസ്ലാം മത വിശ്വാസപ്രകാരം ആ പാരമ്പര്യത്തിൽ വളർന്നു മദ്രസയിൽ നിന്ന് കിട്ടിയ അറിവുകൾ, ആ ദൈവം അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്ന അനുഭവം ഒന്നും എന്നെ അതിലേക്ക് ആകർഷിച്ചില്ല. അദ്ദേഹം എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. എന്നാൽ ഞാൻ അതിന് പോകുവാൻ തയ്യാറായില്ല. അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. എന്നാൽ ഏറെ നാളുകൾക്ക് ശേഷം അതിന് മറുപടി ലഭിക്കുവാനിടയായി തീർന്നു. 2006 5-ാം മാസം 4-ാം തീയതി ഒരു തലമുറ ജനിക്കുവാനിടയായി തീർന്നു. എന്നാൽ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആർക്കും കാണുവാനൊന്നും അവസരം ലഭിച്ചിരുന്നില്ല. കാരണം 8 മണിക്ക് കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞിന് വായിൽ കൂടെയോ മൂക്കിൽ കൂടെയോ ശ്വാസം പോകാത്തൊരവസ്ഥയായിരുന്നു. കഴുത്ത് മാത്രം ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിൽ കടന്നുപോയി. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ SITയിൽ എത്തിക്കണം, തിരുവനന്തപുരം SITയിൽ എത്തിക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അവരുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞിനെ ആ രാത്രിയിൽ തന്നെ SITയിൽ എത്തിച്ചു. അവിടെ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ദേഹം മൊത്തം കരിനീല കളറായി. അവർക്ക് അത് ജീവിക്കുമോ എന്ന് പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ലഭിക്കുവാനിടയായി തീർന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രാർത്ഥനയ്ക്ക് പോയിരുന്ന ആ കൂട്ടായ്മയിലേക്ക് ഈ വിഷയത്തെ പറയുകയും അവർ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ഫലമായി ആ കുഞ്ഞിനെ സ്വർഗത്തിലെ ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ എനിക്ക് നൽകുവാനിടയായി തീർന്നു. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് ചെന്നപ്പോഴാണ് ഡോക്ടർ വിശദ വിവരം
പറയുന്നത്. കുഞ്ഞിനെ ജനിച്ച സമയത്ത് അതിൻ്റെ വലത്തെ തോളിൻ്റെ അവിടുത്തെ എല്ല് പൊട്ടി, ശ്വാസകോശം രണ്ടും പൊട്ടി, കുഞ്ഞ് ജീവിക്കുവാൻ പോലും ഒരു സാഹചര്യം ആയിരുന്നില്ല. അവർ അത് കുഞ്ഞ് മരിക്കും എന്ന് തന്നെ നിശ്ചയിച്ചു. അടുത്ത ദിവസം അവിടെ കൊണ്ട് ചെന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട് അവരുടെ ബുക്കുകളിലെല്ലാം ഫയലുകളിലെല്ലാം ഒപ്പുവെപ്പിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവൻ കൂട്ടായ്മയിലേക്ക് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഈ വിഷയത്തെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടു. കുഞ്ഞ് മരിക്കുവാനിടയായി തീർന്നില്ല. ഡോക്ടർമാർ കൈയൊഴിഞ്ഞതായിരുന്നു. അവർ മരിച്ചു എന്ന് കരുതി കുഞ്ഞിനെ മാറ്റി അവിടെ വെച്ചതായിരുന്നു. പിന്നീട് എപ്പോഴോ ചെക്കപ്പിന് ചെന്നപ്പോൾ അതിൻ്റെ കാലിൻ്റെ വിരൽ അനങ്ങുന്നത് കണ്ടാണ് അവരെടുത്ത് രണ്ടാമത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനിടയായി തീർന്നത്. കുഞ്ഞിന് 5 മാസം ആയപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവൻ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് കടന്നു പോകാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം കടന്നു ചെന്നിട്ട് വൈകിട്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, ദേവദാസൻ ഇങ്ങനെ ഒരു ദൂത് അറിയിക്കുവാനിടയായി തീർന്നു. ഈ കുഞ്ഞ് കർത്താവിൻ്റെ വേലയ്ക്ക് ഉള്ളതാണെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. എന്നാൽ അതെനിക്ക് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ കഴിഞ്ഞിരുന്നില്ല. അത് ഞാനൊരു ചലഞ്ചായി ഏറ്റെടുത്തു. കാരണം ഈ കുഞ്ഞിനെ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഞാനൊരു മുസ്ലിയാർ ആക്കണം എന്നായിരുന്നു എൻ്റെ ഉള്ളിലെ തീരുമാനം. ഞാൻ 5 വയസ്സായപ്പോൾ തന്നെ കുഞ്ഞിനെ മദ്രസയിൽ ചേർക്കുവാനും ഇസ്ലാം മത വിശ്വാസപ്രകാരം കുഞ്ഞിനെ ഭക്തിയിൽ വളർത്തുവാനും ഒക്കെ തുടങ്ങി. എല്ലാ വർഷവും എല്ലാ ക്ലാസ്സിലും 1ാം റാങ്ക് അവനായിരുന്നു ലഭിച്ചിരുന്നത്. അതിനുള്ള ക്യാഷ് അവാർഡെല്ലാം കുഞ്ഞായിരുന്നു വാങ്ങിയിരുന്നത്. അതിന് പ്രകാരം ഒരു ഇസ്ലാം മത വിശ്വാസത്തിൽ തീവ്രമായി ഞങ്ങൾ ഭക്തിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുവാനിടയായി തീർന്നു. ഞാൻ അപ്പോൾ കരുതിയിരുന്നത് പ്രിയപ്പെട്ടവന് ഇസ്ലാം മത വിശ്വാസത്തിൽ തീവ്രമായ ഭക്തിയിൽ ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ നോമ്പുകൾ എടുക്കുകയും നമസ്കരിക്കുകയും വൈകിട്ട് ഖുർആൻ ഓതലും അങ്ങനെ ആ ഭക്തിയിൽ തന്നെ മതവിശ്വാസപ്രകാരം ആ ഭക്തിയിൽ മുന്നോട്ട് കടന്നുപോയി. അങ്ങനെ മക്കയിൽ പോകണമെന്ന ആ വലിയ ആഗ്രഹത്തോടെ 2012 അദ്ദേഹം വിദേശത്ത് പോകാനിടയായി തീർന്നു. ഇവിടുന്ന് മക്കയിൽ പോകണം എന്ന ആഗ്രഹത്തോടെ വിദേശത്ത് പോയ വ്യക്തി 2014 തിരികെ വരുന്നത് ക്രിസ്തുവിനെ അറിഞ്ഞ വ്യക്തിയായിട്ടായിരുന്നു തിരികെ വന്നിരുന്നത്. തിരിച്ച് നാട്ടിലെത്തിയ അദ്ദേഹം പിന്നെ ഇസ്ലാം മത വിശ്വാസപ്രകാരം ഒരു ചടങ്ങുകളും ചെയ്തിരുന്നില്ല. ഇതെന്തു പറ്റി എന്ന് ഞാനിത് അന്വേഷിച്ചു. അപ്പോഴാണ് പ്രിയപ്പെട്ടവന് ക്രിസ്തീയ ജീവിതത്തിലേക്ക് മുൻതൂക്കം കൊടുത്തത് അറിയുവാനിടയായി തീർന്നത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു, എന്താണ് ഇത് കാരണം? മക്കയിലേക്ക് പോയി ഉംറയ്ക്കൊക്കെ പോയ വ്യക്തി ഇസ്ലാം മത വിശ്വാസപ്രകാരം നോമ്പൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ജീവിച്ചിരുന്നതല്ലേ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കാൻ ഇടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞത്, എന്നെ അവിടുന്ന് വിടുവിച്ച ദൈവം യേശു ക്രിസ്തുവാണ്, അതാണ് ജീവിക്കുന്ന ദൈവം, ഞാൻ ഈ ദൈവത്തിൻ്റെ പാത പിന്തുടരത്തേ ഉള്ളൂ എന്ന് പറയാനിടയായി തീർന്നു. അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു. ആ സാഹചര്യത്തിൽ സംസാരങ്ങളായി, വിഷയങ്ങളായി, ഞങ്ങൾ തമ്മിൽ മിണ്ടാതെയായി. അങ്ങനെ കുറേ നാൾ മുന്നോട്ട് കടന്നുപോയി. പിന്നീട് ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് എനിക്ക് തോന്നുവാനിടയായി തീർന്നു. ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഭാരമോ ആകരുതെന്ന് കരുതി ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. രാത്രിയിൽ പ്രിയപ്പെട്ടവൻ റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന നേരത്ത് രാത്രിയിൽ 11:30 മണിയായപ്പോഴത്തേക്ക് ഞാൻ ഷാള് ഉത്തരത്തിൽ കഴുത്തിൽ കെട്ടി ആ കസേരയിൽ നിന്ന് എടുത്ത് ചാടാനായിട്ട് തീരുമാനിച്ചു. ചാടാൻ റെഡി ആയപ്പോഴത്തേക്ക് റൂമിൽ ലൈറ്റ് വന്നു. ഇതെന്താണ്, എവിടെ നിന്നാണ് വെട്ടം എന്ന് നോക്കിയപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവൻ ഓടി വന്ന് എന്നെ കസേരയിൽ നിന്ന് പിടിക്കുകയാണ് ഉണ്ടായത്. എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അത് ഞാനപ്പോൾ പറഞ്ഞു, ഈ വിശ്വാസ ജീവിതത്തിൽ കടന്നുപോയാൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. കാരണം ഇസ്ലാം മത വിശ്വാസപ്രകാരം ഭക്തിയിലും ആ മതവിശ്വാസത്തിലും ജീവിച്ച് വളർന്നതിനാൽ ഇനി വേറൊരു വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏൽക്കത്തില്ല. അവരുടെ മുമ്പിൽ എനിക്കെന്നും നാണക്കേടും ലജ്ജയും മാത്രമായി തീരും. അതുകൊണ്ട് ഇനി സമൂഹം അറിയുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഈ മറ്റുള്ളവരുടെ മുഖത്ത് എനിക്ക് നോക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ അടുത്ത ദിവസം ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യയ്ക്കായി ശ്രമിച്ചു. എന്നാൽ അതിനും കഴിഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ടവന് ഇതറിഞ്ഞ നിമിഷം എന്നോട് പറയാനിടയായി തീർന്നു, നിനക്ക് മരിക്കണമെങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം. പുനലൂർ തൂക്കുപാലത്തിൽ കയറി കല്ലടയാറ്റിലേക്ക് ചാടി
ചാകാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഇതെന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് ഞാൻ അതിശയത്തോടെ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. നീ മരിക്കണമെങ്കിൽ സ്വർഗത്തിലെ എൻ്റെ ദൈവം വിചാരിക്കണം, ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു ആണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവൻ എന്നോട് പറയാനിടയായി തീർന്നു, നീ മരിക്കണമെങ്കിൽ യേശു കർത്താവ് വിചാരിക്കണം എന്ന് പറഞ്ഞു. നിൻ്റെ തലയിൽ നിന്ന് ഒരു മുടിനാഴിര പോലും താഴെ പൊഴിഞ്ഞു വീണെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാനിടയായി തീർന്നു. അതെൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു, എന്നിട്ട് അവിടെ എനിക്കത് മരണപ്പെടുവാൻ കഴിഞ്ഞില്ല. അവിടെയെല്ലാം അതെന്താണ് സംഭവിച്ചതെന്നും പ്രിയപ്പെട്ടവൻ ആ പറഞ്ഞ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ വല്ലാതെ അത് എന്നെ സ്പർശിക്കുവാനിടയായി തീർന്നു. ഞാനത് ചിന്തിച്ചു നോക്കി. കാരണം വാസ്തവമാണെന്ന് എനിക്ക് തോന്നി. കാരണം എത്ര പ്രാർത്ഥിച്ചാലും ദൈവം എന്നൊരു ശക്തിയുണ്ട്. ആ ദൈവം അറിയാതെ ഒന്നും നടക്കുകയില്ല എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി തീർന്നു. അതിനുശേഷം ഞാൻ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. ആ വാക്കുകൾ എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചു. അത് മുഖാന്തരം ഞാൻ ആത്മഹത്യാ ശ്രമം ഉപേക്ഷിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി. പ്രിയപ്പെട്ടവൻ ആരാധനയിൽ റൂമിലിരുന്ന് മുഴങ്കാലിരുന്ന് പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ആയി മുന്നോട്ടും കടന്നുപോയി. ഞാൻ അദ്ദേഹത്തെ എതിർക്കാനും പോയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ച് മടങ്ങി വരും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനും കടന്നുപോയി. എന്നാൽ കുഞ്ഞുങ്ങൾ വീഴുന്നു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുന്നു. കുഞ്ഞുങ്ങൾക്ക് ആ ഗ്ലാസ് വെള്ളത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം കുഞ്ഞുങ്ങൾ അത് കുടിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നു. എനിക്ക് നെഞ്ചുവേദനയാൽ ഭാരപ്പെട്ടു. എന്നാൽ എന്നെ അടുത്ത് വിളിച്ചു, എൻ്റെ തോളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ വിടുതൽ കിട്ടി. ഇതെല്ലാം ഇങ്ങനെ വിടുതലുകൾ നടക്കുന്ന കണ്ടപ്പോൾ ഇതെന്തോ ഒരു ശക്തി ഇതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകാനിടയായി തീർന്നു. കാരണം ഇസ്ലാം മത വിശ്വാസപ്രകാരം ഞാൻ ഭക്തിയോടെ ദിവസങ്ങളും മാസങ്ങളും എടുത്താണ് ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നത്. എന്നാലൊന്നും അവിടെ മറുപടി ലഭിച്ചിരുന്നില്ല. ഇതെന്താണ്, പെട്ടെന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കുഞ്ഞിന് കൊടുക്കുന്നു, അതിന് സൗഖ്യം പ്രാപിക്കുന്നു. എനിക്ക് നെഞ്ചുവേദന വന്നപ്പോഴത്തേക്ക് എന്നെ അടുത്ത് വിളിക്കുന്നു, എൻ്റെ തോളിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ആ നിമിഷം വിടുതൽ കിട്ടുന്നു. അപ്പോൾ ഇതിൽ എന്തോ ഒരു ശക്തിയുണ്ട്, ഇത് വാസ്തവമാണ് എന്ന് എനിക്ക് തോന്നുവാനിടയായി തീർന്നു. ഒരു ദിവസം മൂത്ത മകൻ കട്ടിലിൽ നിന്ന് പിതാവിൻ്റെ ദേഹത്തേക്ക് ചാടി അവർ തമ്മിൽ കളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. കുഞ്ഞ് പപ്പായ കണ്ട സ്നേഹത്തിൽ എടുക്കും എന്നുള്ള ഇതിൽ കുഞ്ഞ് എടുത്ത് ചാടി. എന്നാൽ അദ്ദേഹത്തിന് പിടിക്കുവാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് നേരെ തറയിലേക്ക് വീഴുകയും ടൈലിൽ തലയിടിച്ച് കുഞ്ഞ് വീഴാനിടയായി തീർന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ഒരു സൈഡ് മൊത്തം കരിനീല കളറായി, തലവേദനയായി. കുഞ്ഞ് വല്ലാതെ ഭാരത്തോടെ വേദനയാണെന്നും പറഞ്ഞുകൊണ്ട് തളർന്ന് കട്ടിലിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ അദ്ദേഹം കുഞ്ഞിനെ അടുത്ത് വിളിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം തന്നെ കുഞ്ഞു പറഞ്ഞു, എനിക്ക് തലയിൽ വേദനയില്ല പപ്പ, എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു എന്ന് കുഞ്ഞ് പറയാനിടയായി തീർന്നു. ഇതെല്ലാം ഒരു അത്ഭുതം പോലെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതെന്താണ് ഇതിൽ നടക്കുന്നത്? പ്രാർത്ഥിക്കുന്നു, അന്നേരം തന്നെ വിടുതൽ കിട്ടുന്നു. ഇതിലെന്തോ ഒരു അമാനുഷിക ശക്തിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഒരു ബോർഡ് എഴുതി വെളിയിൽ വെക്ക്, പ്രാർത്ഥിച്ചാൽ രോഗികൾ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടും എന്നൊരു ബോർഡ് എഴുതി ഇവിടെ വെക്ക് എന്ന് ഞാൻ അദ്ദേഹത്തെ കളിയാക്കുവാനിടയായി തീർന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം അദ്ദേഹം എന്നോട് പറയാനിടയായി തീർന്നു, ഈ മാസം നമുക്ക് ഒരു കുഞ്ഞുകൂടി ജനിക്കും എന്ന്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതൊരു കുട്ടി ഞങ്ങൾക്കത് അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ ചിരിക്കാനിടയായി തീർന്നു. കാരണം ഇനിയൊരു മൂന്നാമതൊരു കുട്ടി അസാധ്യമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അങ്ങനെ ഒരു വാക്യം കൊടുത്തതായിരുന്നു. അതിൻ പ്രകാരമായിരുന്നു, ആ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആലോചന പ്രകാരമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അപ്പോൾ 2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. മൂന്നാമതൊരു കുട്ടി ഞങ്ങൾക്ക് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഓർത്തപ്പോഴത്തേക്ക് ഇതെന്താണ് ഇങ്ങനെ പറയുന്നത്, അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിവൃത്തിയായി തീരുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നത്. കാരണം എന്ത് പ്രാർത്ഥിക്കുന്നുവോ എന്തു പറയുന്നുവോ അതിനെല്ലാം അന്നേരം തന്നെ മറുപടി ലഭിക്കുന്നു. ഒരു നേർച്ചയും കഴിക്കണ്ട, ഒരു കാഴ്ചകളും കൊടുക്കണ്ട, ഒരു പൈസയും മുടക്കണ്ട. ഹൃദയം മാത്രം ദൈവത്തിലേക്ക് പകർന്നു കൊടുത്ത് ഏത് വിഷയത്തിന്മേൽ നാം പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന് തക്ക സമയത്ത് തന്നെ മറുപടി ലഭിക്കുവാൻ ഇടയായി തീരുന്നു. ഇതാണ് ജീവിക്കുന്ന ദൈവം, ഇതാണ് വാസ്തവമായും യേശുക്രിസ്തുവാണ് സത്യദൈവമെന്ന് അന്ന് എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി തീർന്നു. അതുവരെയും ഞാൻ വൈകിട്ട് ഖുർആനൊക്കെ ഓതിക്കൊണ്ട് സൂറത്തുകളും എല്ലാം ഓതി
നടന്നിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവം ഇവിടെ ഇങ്ങനൊരു അസാധ്യമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ദൈവം വാസ്തവമായും ഉണ്ട് എന്നും അത് ഒരു അടയാളമായി എന്നിൽ ഭവിച്ചു എന്നും മനസ്സിലായപ്പോഴത്തേക്ക് ഖുർആൻ ഓതലെല്ലാം ഞാനത് നിർത്തിവെച്ചു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ഹൃദയം നുറങ്ങി വേദനയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരുന്ന ഒരു ദൈവം യേശു ആണെന്ന് അന്ന് എനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. 2015 ഒക്ടോബർ 28 ഞാൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതിന് ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ മകനെ ഡെലിവറി സമയമായിരുന്നു. 2 ദിവസം രാവിലെ ലേബർ റൂമിൽ കയറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവർ റൂമിലേക്ക് ഇറക്കി വിടും. അവരുടെ ഡെലിവറി നടന്നിരുന്നില്ല. 2 ദിവസവും രാവിലെ ലേബർ റൂമിൽ കയറും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഡെലിവറി നടക്കത്തില്ല. രാത്രി 9 മണിയാകുമ്പോഴത്തേക്ക് റൂമിലേക്ക് ഇറക്കി വിടും. ഇതെന്താണ് ഇങ്ങനെ നടക്കുന്നത്, എന്തുകൊണ്ടാണ് ഡെലിവറി നടക്കാത്തത് എന്ന് പ്രയാസപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കണമെങ്കിൽ അതിനു മുമ്പേ ക്രിസ്തുവിൽ ഒരമ്മ ജനിച്ചിരിക്കണം. അതുകൊണ്ട് കർത്താവിൻ്റെ രക്ഷ സ്വീകരിച്ച് ലേബർ റൂമിലേക്ക് കടന്നു പൊയ്ക്കോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുഞ്ഞ് ജനിക്കും എന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അപ്പോഴത്തേക്ക് വീട്ടുകാരെല്ലാം ചരട് ജപിച്ചു. എൻ്റെ കയ്യിലും കഴുത്തിലും ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം രാവിലെ 3-ാം ദിവസം രാവിലെ കയ്യിലെ ചരടുകൾ അഴിച്ചു കളഞ്ഞു. കഴുത്തിൽ കെട്ടിയിരുന്ന ചരട് അഴിച്ചു കളഞ്ഞു. കർത്താവിനെ ദൈവമായി ഞാൻ സ്വീകരിച്ചു. ലേബർ റൂമിലേക്ക് കടന്നുപോയി. എന്നാൽ വൈകുന്നേരം 5:17 ആയപ്പോഴത്തേക്ക് മൂന്നാമതൊരു ആൺകുട്ടിക്ക് കൂടി ജന്മം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. എന്നാൽ പിന്നീട് കുഞ്ഞിനെ നോക്കുവാനോ എന്നെ ശുശ്രൂഷിക്കുവാനോ ഞങ്ങളുടെ 2 വീട്ടുകാരും തയ്യാറായിരുന്നില്ല. എന്ത് ചെയ്യണം എന്നറിയാതെ ഭാരപ്പെട്ട നിമിഷങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു ചർച്ചിലെ ഒരു അമ്മച്ചി, ദൈവം ഉള്ളത്തോട് ഇടപെട്ട് അവർ ഞങ്ങളെ നോക്കുവാൻ തയ്യാറായി. അങ്ങനെ ആ മാതാവ് 40 ദിവസത്തോളം എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ശുശ്രൂഷിക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങളുടെ 2 വീട്ടുകാർ തയ്യാറാകാതിരുന്നപ്പോൾ, എന്നെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നോക്കുവാനായി ആ അമ്മയെ ഞങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. കുടുംബ പ്രാർത്ഥനയിലെല്ലാം ഞാനും പതുക്കെ പങ്കുചേരുവാനിടയായി തീർന്നു. എന്നാൽ ചർച്ചിലൊന്നും പോയിരുന്നില്ല. അങ്ങനെ 2018 പ്രിയപ്പെട്ടവൻ വിദേശത്തേക്ക് കടന്നു പോകാനിടയായി തീർന്നു. ഞങ്ങളെ ഇളമ്പൽ എന്നൊരു ദേശത്ത് ഒരു ഭവനത്തിൽ ഞങ്ങളെ വാടകയ്ക്ക് ആക്കിയിട്ടാണ് പോയത്. 2 വീട്ടിലും ഞങ്ങളെ പറഞ്ഞു വിട്ടില്ല. ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുമായിരുന്നു. ആ സമയത്താണ് ബൈബിള് വായിക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും എല്ലാം ഞാൻ തുടങ്ങിയത്. എന്നാൽ ചർച്ചിൽ പോകത്തില്ലായിരുന്നു. ബൈബിള് വായിക്കും, വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. കാരണം ഇസ്ലാം മത വിശ്വാസ പ്രകാരം ഖുർആനൊക്കെ ഓതുന്നത് പോലെ ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. 2018 എൻ്റെ മൂത്ത സഹോദരൻ വിദേശത്തുനിന്ന് നാട്ടിലേക്ക് കടന്നു വരികയും എന്നോട് പ്രകാരം പറയുകയുണ്ടായി. ഫേസ്ബുക്കിലും എല്ലാം പ്രാർത്ഥിക്കുന്നതും വാക്യങ്ങളും എഴുതിയിടുന്നതും എല്ലാം ഞാൻ കാണുന്നു. അവൻ പ്രാർത്ഥിക്കാൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, പക്ഷേ നിന്നെ അതിനകത്ത് വിടാൻ കഴിയത്തില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് കടന്നു വരും. വീട്ടിൽ കടന്നു വരുമ്പോൾ ഞാനൊരു പേപ്പറുമായിട്ടാണ് വരുന്നത്. അപേക്ഷയും എഴുതി വരും. നീ അതിനകത്ത് സൈൻ ചെയ്ത് തരണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ചോദിച്ചു എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ, ഇനി ഈ വിവാഹബന്ധം മുൻപോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. എന്തെന്ന് വെച്ചാൽ അവൻ ബെന്തിക്കോസ്തിൽ പോയി, അവൻ ആ വിശ്വാസപ്രകാരം ജീവിച്ചോട്ടെ, പക്ഷേ നിന്നെ അതിനകത്ത് വിടാനല്ല ഞങ്ങൾ വളർത്തിയതും വിവാഹം കഴിച്ചയച്ചതും. അതുകൊണ്ട് നിന്നെ അതിനകത്ത് വിടത്തില്ല. അതുകൊണ്ട് ഈ ബന്ധം വേർപിരിയണം. കുഞ്ഞുങ്ങളെയും കൊടുത്തുവിടാൻ കഴിയത്തില്ല. എന്നിട്ട് നിന്നെ മറ്റൊരു വിവാഹം കഴിച്ച് പറഞ്ഞു വിടാം. കുഞ്ഞുങ്ങളുടെ കാര്യം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം. അതുകൊണ്ട് ഈ ബന്ധം ഇവിടെ വേർപിരിയണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാതെ വല്ലാതെ ഞാൻ ഭയന്ന നിമിഷങ്ങളായിരുന്നു അത്. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവനോട് എനിക്ക് വിഷയത്തെ പറയുവാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം നാട്ടിലേക്ക് ഫോൺ വിളിക്കുകയും ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും ചെയ്താൽ അതും എനിക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയാൻ മടിച്ചിരുന്നു.
എന്ത് ചെയ്യണം എന്നറിയാതെ എൻ്റെ ഹൃദയത്തിൽ വെച്ചു ഞാൻ ഭാരപ്പെട്ട് ഇരുന്ന സമയങ്ങളായിരുന്നു അത്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും സൺഡേ സ്കൂളിൽ പോവുമായിരുന്നു. ചർച്ചിലെ പാസ്റ്റർ വൈകിട്ട് വിസിറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരാനിടയായി തീർന്നു. കാരണം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വിശ്വാസികളായിരുന്നു താമസിച്ചിരുന്നത്. അവരുടെ കൂടെ ആയിരുന്നു കുഞ്ഞുങ്ങൾ രണ്ടുപേരും ചർച്ചിൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അവരുടെ വീട്ടിൽ പാസ്റ്റർ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും കയറി വരും, പ്രാർത്ഥിക്കും, പോവുമായിരുന്നു. അങ്ങനെ പാസ്റ്റർ അന്ന് വൈകിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. എന്താണ് മുഖം വല്ലാതിരിക്കുന്നത്, എന്തിനാണ് മോൾ കരയുന്നത് എന്ന് എന്നോട് ചോദിക്കാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ഈ വിഷയം ആ പാസ്റ്ററോട് പറയാനിടയായി തീർന്നു. എൻ്റെ മൂത്ത സഹോദരൻ ഇങ്ങനെ നാളെ അപേക്ഷയുമായിട്ട് വരും, ബന്ധം വേർപിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് വിദേശത്തായിരിക്കുന്ന എൻ്റെ ഭർത്താവിനോട് ഈ വിഷയം പറയാനും കഴിയത്തില്ല, എന്ത് മറുപടി പറയണം എന്ന് എനിക്ക് കഴിയാത്തതുമില്ല, ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് എന്ന് പാസ്റ്ററോട് പറയാനിടയായി തീർന്നു. പാസ്റ്റർ പറഞ്ഞു, മോളെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ജീവിക്കുന്ന ദൈവമല്ലേ നമ്മൾ ആരാധിക്കുകയും വിളിക്കുകയും ചെയ്യുന്നത്, മോൾ പ്രാർത്ഥിച്ചാൽ മതി, ഞങ്ങളും പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ദേവദാസൻ പോകാനിടയായി തീർന്നു. അന്ന് രാത്രിയിൽ എൻ്റെ മൂത്ത മകന് അന്ന് എന്നോട് പറഞ്ഞു, അമ്മ എന്തിനാ ഭാരപ്പെടുന്നത്, നമുക്ക് കൈ കോർത്തിരുന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം, ഇന്ന് ഉറങ്ങണ്ട, നമുക്ക് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ വിഷയത്തിന് മറുപടി തരും എന്ന് മോൻ എന്നെ ബലപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ രണ്ടും ഉറങ്ങിയതിന് ശേഷം മൂത്ത പൈതലും ഞാനും കരം കൊടുത്തു. പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, എങ്കിലും ഞങ്ങൾ കണ്ണുനീരോടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ അടുത്ത ദിവസം സഹോദരൻ വീട്ടിൽ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ഇതേക്കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കുവാൻ ദൈവം അനുവദിച്ചില്ല. അദ്ദേഹം വന്നു കുഞ്ഞുങ്ങളായിട്ട് കളിച്ചു, കുഞ്ഞുങ്ങളെ കളിപ്പിച്ചു. കുറച്ചു നേരം വീട്ടിൽ ഏകദേശം 1 മണിക്കൂറോളം ഭവനത്തിൽ വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതെ തിരികെ പോകുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു തന്നെയാണെന്ന് വാസ്തവമായും എനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. ഇതെല്ലാം എൻ്റെ വിശ്വാസം എനിക്ക് കൂടിക്കൂടി വരുവാനിടയായി തീർന്നു. കാരണം പ്രാർത്ഥിക്കും തോറും മറുപടി കിട്ടുന്ന ഒരു ഏക സത്യദൈവം യേശുക്രിസ്തു മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കാനിടയായി തീർന്നു. രക്ഷിക്കപ്പെട്ട ഞാൻ ഇനി അടുത്ത ചെയ്യേണ്ടത് സ്നാനമാണ്. എന്നാൽ അവിടെയും ഒരു ഭയം എൻ്റെ ഉള്ളിൽ കടന്നു വരുവാനിടയായി തീർന്നു. സ്നാനപ്പെട്ടാൽ ഇനി ഈ ആഭരണങ്ങളൊന്നും ഇടാതെ ഈ സമൂഹത്ത് മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ നടക്കും എന്നൊരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അന്നേരം പ്രിയപ്പെട്ടവൻ വിദേശത്തായിരുന്നു, 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറിലായിരുന്നു. അദ്ദേഹം ആ വിഷയം അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവം നിന്നോട് സംസാരിക്കുമ്പോൾ നീ തീരുമാനമെടുത്താൽ മതിയെന്ന് എന്നോട് പറയാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം സംസാരിക്കട്ടെ, അപ്പോൾ ഞാൻ അതിനുള്ള തീരുമാനം എടുക്കാം എന്ന് മറുപടി പറയാനിടയായി തീർന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ എനിക്കൊരു ദർശനം ലഭിക്കാനിടയായി തീർന്നു. ഞാനൊരു വയൽ പ്രദേശത്ത് ഒരു രാത്രിയിൽ തനിച്ച് നിൽക്കുമ്പോൾ ഒരു വയസ്സ് ചെന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഒന്നിലും വിഷമിക്കേണ്ട, ധൈര്യമായി ഇരിക്കുക എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദർശനം എനിക്ക് കാണുവാനിടയായി തീർന്നു. അടുത്ത ദിവസം രാവിലെ അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ട ദർശനത്തെക്കുറിച്ച് പറയുവാനിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, ദൈവം നിന്നോട് സംസാരിച്ചെങ്കിൽ ഇല്ലേ നീ സ്നാനപ്പെടൂ എന്ന് എന്നോട് പറഞ്ഞത്. ഇത് വാസ്തവമായും ദൈവം നൽകിയ ദർശനമാണ്. ഇനി ദൈവം സംസാരിച്ചു കഴിഞ്ഞു, ഇനി സ്നാനപ്പെടാൻ ഇനി എന്താണ് തടസ്സം എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നാട്ടിൽ വരുമ്പോൾ ഞാൻ സ്നാനപ്പെടാം എന്ന് മറുപടി പറയാനിടയായി തീർന്നു. അതിൽ 2018 ഓഗസ്റ്റ് 6-ാം തീയതിയിൽ അദ്ദേഹം വിദേശത്തു നിന്ന് വരാനിടയായി തീർന്നു. എന്നാൽ വന്നു കഴിഞ്ഞിട്ട് ഈ സ്നാനത്തെക്കുറിച്ച് ഞാൻ പറയുവാനോ അതിന് തയ്യാറാകുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ മുൻപോട്ട് കടന്നുപോയി. ഒരു ദിവസം എൻ്റെ ഭവനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ മാതാവിനോടും പ്രിയ ആങ്ങളയുടെ ഭാര്യയോടും സുവിശേഷം പറഞ്ഞു, കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ട് തിരികെ ഇറങ്ങാൻ നേരത്ത് അദ്ദേഹം എന്നോട് പറയാനിടയായി തീർന്നു, ഇപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് സാത്താനോടാണ്, വഴിയിൽ അവൻ നമ്മളെ അപകടപ്പെടുത്തുവാൻ കടന്നു വരും, അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്ന് അവിടെ വെച്ച് എന്നോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. രാത്രി ഒരു 7:30-8 മണി സമയമായിട്ടുണ്ട്. ഞങ്ങൾ സ്കൂട്ടറിലായിരുന്നു.
വളരെ പതുക്കെയാണ് വാഹനം ഓടിച്ചുകൊണ്ട് വന്നിരുന്നത്. ഞാനും വളരെ പ്രാർത്ഥനയോടെ സങ്കീർത്തനങ്ങളെല്ലാം പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. എന്നാൽ വീട്ടിലോട്ട് ഒരു വളവ് കയറി വേണം പോകാൻ. അപ്പോൾ റോഡിലെങ്ങും ഒരു അപകടവും ഒന്നും ഭവിച്ചില്ല. ദൈവം എന്തായാലും നമ്മളെ സൂക്ഷിച്ചു, ഒരനർത്ഥവും ഭവിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. പ്രാർത്ഥന അവിടെ നിർത്തി. എന്നാൽ വീട്ടിലോട്ട് റോഡിൽ നിന്നും, ഹൈവേ റോഡിൽ നിന്നും വീട്ടിലേക്കൊരു ചെറിയ വളവ് കയറണം. വീട്ടിൻ്റെ ഗേറ്റിൻ്റെ വാതിലോട്ട് വണ്ടി കയറാൻ നേരത്ത് വഴിയിൽ നീളത്തിലൊരു കറുത്തൊരു സാധനം അവിടെ കിടക്കുന്നു. വണ്ടിയുടെ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്ക് അത് ഞങ്ങൾക്കെതിരെ അടുത്ത് വന്നു. അപ്പോഴാണ് കണ്ടത് അത് ഒരു ഭയങ്കരമായ ഒരു പാമ്പായിരുന്നു. അത് ഏകദേശം 8 അടിയോളം അതിന് നീളമുണ്ടായിരുന്നു. കാല് തറയെ ചവിട്ടിയാൽ ഇത് കാലിൽ കടിക്കും. ആ ഒരു അവസ്ഥയിലായിരുന്നു. വണ്ടിയുടെ ടയറിനോട് അടുത്ത് തന്നെയായിരുന്നു അത് കിടന്നത്. കാല് തറയിൽ ചവിട്ടാനും വയ്യ, വണ്ടി ഓടിച്ചതിൻ്റെ മണ്ടയിൽ കയറാനും വയ്യ. എന്തു ചെയ്യും എന്നറിയാതെ ഒരു നിമിഷം പതറി ഭയന്ന നിമിഷമായിരുന്നു അത്. ഇളയ കുഞ്ഞിന് 3.5 വയസ്സുണ്ട്. അവനും വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. ഇത് വണ്ടിയിലോട്ട് കടന്നു വന്നാൽ ഒന്നിൽ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലിൽ അത് കടിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഭയന്ന ഒരു നിമിഷമായിരുന്നത്. അപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിനെ ശാസിച്ചു, അന്യഭാഷ പറഞ്ഞു, കൈയെടുത്ത് അതിനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. വായും തുറന്ന് അത് കടിക്കാൻ ഇങ്ങനെ അടുത്ത് വന്ന ആ പാമ്പ് പെട്ടെന്ന് അത് തിരികെ മടങ്ങി ഒരു ചെറിയൊരു ഹോളിലേക്ക് വന്നതുപോലെ കയറിപ്പോകുന്നത് എൻ്റെ കണ്ണാലെ ഞാൻ കാണുവാനിടയായി തീർന്നു. അതെന്നെ വല്ലാതെ സ്പർശിച്ചു. കാരണം കൈയെടുത്തു പ്രാർത്ഥിക്കുമ്പോൾ ഈ പാമ്പ് തിരികെ പോവുകയും ഒരു കുഞ്ഞു ഹോളിലേക്ക് ഇത് കയറി ചെല്ലുന്നതും കണ്ടപ്പോഴത്തേക്ക് അതെനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി. ഇതാണ് സത്യദൈവം. ഈ ദൈവത്തിൻ്റെ ഓരോ പ്രാർത്ഥനയ്ക്ക്, ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ വാക്കിനും അധികാരമുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ഞാൻ സ്നാനപ്പെടാം എന്ന് ഞാൻ തീരുമാനമെടുക്കുകയും ചർച്ചിൽ സാക്ഷ്യം പറയുകയും അപ്രകാരം നവംബർ 2, 2018 ഞാനും പ്രിയ മൂത്ത മകനും കൂടെ സ്നാനപ്പെടാൻ ഇടയായി തീർന്നു. അങ്ങനെ ഈ ദൈവത്തെ ഞാൻ കൂടുതൽ വിശ്വസിക്കുവാനും ആരാധിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ ആത്മീയ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പായി മുന്നേറുവാൻ ദൈവം സഹായിച്ചു. ദൈവം ഒരു ദർശനം നൽകി പരസ്യയോഗം ചെയ്യണം എന്നായിരുന്നു അത്. അതിൻ പ്രകാരം ഞങ്ങൾ ദേശത്തെല്ലാം കടന്നു ചെന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ദേശത്തോടും ജനത്തോടും വിളിച്ചറിയിക്കുന്നു. വീടുകളിൽ കടന്നു ചെന്ന് ട്രാക്റ്റുകൾ കൊടുക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനെല്ലാം ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ഹിതപ്രകാരം ഞങ്ങൾ പരസ്യവേലയിലായിരിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ടാണ് കടന്നു പോകുന്നത്. ഞങ്ങളുടെ മിനിസ്ട്രിയെ എടുത്ത് എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. എനിക്ക് ഈ സാക്ഷ്യത്തിൽ കൂടി പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ വാസ്തവമായും അത് യേശുക്രിസ്തു എന്ന ഏക സത്യ നിത്യദൈവമാകുന്നു. എൻ്റെ അനുഭവത്തിൽ കൂടി ഞാൻ ഈ പങ്കുവെച്ചത് മറ്റാരുടെ പ്രേരണയാലും അല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ സാക്ഷ്യത്തിൽ കൂടി പ്രസ്താവിച്ചിരിക്കുന്നത്. മുൻപ് ഞാൻ ഇസ്ലാം മത വിശ്വാസത്തിലായിരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്ക് എനിക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. ദൈവമുണ്ടോ എന്ന് പോലും ഞാൻ ചോദിച്ചിരുന്ന ദിവസങ്ങളും ആയിരുന്നു അത്. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഹൃദയം നുറങ്ങിയ ഒരു തേങ്ങൽ പോലും കർത്താവിൻ്റെ സന്നിധിയിൽ അത് നമുക്ക് മറുപടിയായി ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഈ ഏക സത്യദൈവമായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുക്രിസ്തു എന്ന ഏക രക്ഷിതാവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആ ദൈവകൽപ്പനകൾ അനുസരിച്ച് നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന പ്രിയ പ്രേക്ഷകരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.